ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന പോപ്പുലർ ആയിട്ടുള്ള ചൈനീസ് ഡ്രാമയുടെ അടുത്ത എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡും സ്കൂൾ ലൈഫ് കാണിച്ചുകൊണ്ടാണ്. ഇന്ന് ഇഫാനി അവൾ ഒരുപാട് കാലത്തെ പ്രാക്ടീസിന് ശേഷം അവൾ ഇന്നൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പങ്കെടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൾ മറ്റൊരു നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ അവൾ ഈ നാട്ടിലുള്ള ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തി ഞാനുമുണ്ട് കൂടെ. അവിടെ എത്തിയിട്ട് അവൾ അവളുടെ ID കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു റിസപ്ഷനിസ്റ്റ് പറയുന്നു ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെയും ID കാണിക്കണമെന്ന്. അതായത് അവരുടെ ഏജും എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യാൻ്റെയും ID കാണിക്കണമെന്ന് പറയുന്നു. എന്നാൽ ID യാന് കൊടുക്കുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നത് അവൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ലെന്നാ. എന്നാൽ റിസപ്ഷനിസ്റ്റ് പറയും അത് പറ്റില്ല, നിങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ രാത്രി കയറി വരും, അത് നടക്കില്ല, എല്ലാവരും വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇഫാൻ പെട്ടെന്ന് യാനോട് പറയും എന്നാൽ നീ പുറത്തു പോയിക്കോ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. എന്നാൽ അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവളുടെ ആ ഒരു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് ഇവൾ റൂമിലോട്ട് പോകുന്നു. എന്നാൽ ഇവനിങ്ങനെ ഇവളെ നോക്കി നിൽക്കുമ്പോൾ ഈ റിസപ്ഷനിസ്റ്റ് ചോദിക്കും എന്താ നിനക്ക് വേറെ റൂം വേണോ എന്ന്. എന്നാൽ അവൾ പെട്ടെന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് വേഗം പോകും. എന്നാൽ അവന് അവിടുന്ന് പറ്റി അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ആ ഹോട്ടൽ റൂമിൻ്റെ പുറത്ത് ഇവളെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവൾ ആക്ച്വലി പറഞ്ഞിരുന്നു അവൾക്ക് കുറച്ചുകൂടെ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന്. അങ്ങനെ അവനും അവിടെ പുറത്ത് നിന്നിട്ട് അവൾ അത് ചെയ്യുന്നതും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു ഷാഡോ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അവിടെ പുറത്ത് നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. അതിൻ്റെ തണുപ്പൊന്നും അവനക്കൊരു പ്രശ്നമേ അല്ല. ഇനി ആ ഒരു ഡാൻസ് കോമ്പറ്റീഷനാണ് അടുത്തത് കാണിക്കുന്നത്. അതിലും അവൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഒരുപാടത്തെ കാലത്തെ അവളുടെ ആഗ്രഹവും അവളുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലവും എല്ലാം അവൾ നല്ല സംതൃപ്തിയോടെ ഇവിടെ കാഴ്ചവെക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകും, പ്രത്യേകിച്ച് യാന്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഇഫാന് അവൾ ഒരു അന്വേഷണത്തിലായിരുന്നല്ലോ. അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ആ മകളെ കണ്ടുപിടിച്ച് അവളുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് തിരിച്ച് ഈ അമ്മയ്ക്ക് തന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് അവൾക്ക് ഈ അമ്മയുടെ അടുത്തോട്ട് വരാൻ ഇനി താല്പര്യമില്ല, അവൾ ഇനിയെങ്കിലും വെറുതെ വിടണം, ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നു. അത് കണ്ട അമ്മക്കും ഭയങ്കര സങ്കടം വരും. പിന്നെ അമ്മ ഒരുപാട് കാര്യങ്ങൾ അവളോട് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ കുറ്റബോധം കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇഫാന് അമ്മയെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവളിപ്പോൾ വലുതായി, അവൾക്കിപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ എടുക്കാനുള്ള തീരുമാനമായി. അമ്മ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ന്യായീകരിച്ച് ഇവിടെ ഇഫാൻ ഒരുപാട് കാര്യം പറയുകയും പിന്നെ അവൾ ഒരു വലിയ എമൗണ്ട് ഇവിടെ ഇഫാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാരിതോഷികം പോലെ ഇനി ഒരിക്കലും ഈ അമ്മ ആ മകളെയും തേടി വരരുത്, അതിൻ്റെ ഒരു അവസാനത്തെ ഒരു എമൗണ്ട് ആയിട്ടാണ് ഈ മകൾ ഇത് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഫാൻ അത് ഏൽപ്പിക്കുകയും അമ്മ അത് സങ്കടം കൊണ്ട് തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇഫാന് മറ്റൊരു വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ആക്ടർ പയ്യൻ അവളുടെ അടുത്തോട്ട് വന്നിട്ട് വല്ല ഹെൽപ്പും വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവനിക്ക് ഇത് തന്നെയാണ് പണി, ഇവളെ എവിടെയും ഒരു സ്വൈര്യമായിട്ട് ഇരിക്കാൻ സമ്മതിപ്പിക്കില്ല. അപ്പോൾ തന്നെ ഇവളോട് മുട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ പറയുകയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വെൽക്കം പാർട്ടി ഉണ്ട് വൈകിട്ട്, നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അവൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇവനിങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ശല്യം തൽക്കാലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കാമെന്ന് മാത്രം പറയുന്നു. അത് കേട്ടതും ഇവനക്ക് ഭയങ്കര സന്തോഷം വരും, അവൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ അവൻ പോയി കഴിഞ്ഞു. പക്ഷേ ഇഫാൻ അതിലോട്ട് പോകാനൊന്നും പ്ലാനില്ല. അവൾ ലേറ്റ് നൈറ്റിലും അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞു ആ പരിപാടിക്ക്. ഇവൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ട് അവസാനം ഇവൾ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ പോകാൻ നേരമാണ് ഇവളുടെ സീനിയറായിട്ടുള്ള ഒരു ബോസ് അവരും ലേറ്റായിട്ട് വർക്ക് ചെയ്തിട്ട് അവർ വേഗം ധൃതിപ്പെട്ടുകൊണ്ട് ആ പാർട്ടിയിലോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവളെ ഇങ്ങനെ കാണുന്നത്. എന്നാൽ ഇവളോട് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല വീട്ടിലോട്ട് പോകുകയാണെന്ന് പറയുമ്പോൾ എന്തോ ഇയാൾക്കൊരു അൺകംഫർട്ടബിലിറ്റി തോന്നുന്നു. എന്നിട്ട് അവളെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ഒരു ഉപദേശം പോലെ കൊടുക്കുകയാണ്. അവളുടെ പണ്ടത്തെ ഓഫീസിൽ അവൾക്ക് പല മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ അതും വിചാരിച്ചിട്ട് അങ്ങനെ പെരുമാറരുത്, ഇവിടുത്തെ ആളുകൾ ആരും അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. എന്നിട്ട് ഇവിടുത്തെ എല്ലാവരെയും പറ്റി അവളോടും അവൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവൾക്ക് എല്ലാവരും നല്ലതാണ്, അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് വീണ്ടും ഇവർ അവളെ നന്നായിട്ട് ഉപദേശിക്കും. ആരും അടുത്തു നിന്നും മാറി നിൽക്കരുത്, എല്ലാവരുടെയും കൂടെ തന്നെ നിൽക്കണം, ഒറ്റപ്പെട്ടു പോകരുത് എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കും. അങ്ങനെ പിന്നെ ഇയാളുടെ ഈ ഒരു ഉപദേശം കൊണ്ട് അവൾ ഈ ഒരു പരിപാടിക്ക് വരാമെന്നും വിചാരിക്കുന്നു. എന്നാൽ ആ പാർട്ടി നടക്കുന്നതോ ഇവിടെ യാൻ്റെ ആ ഒരു കഫേയിലാണ്. ഇവളെയും കൂട്ടിയിട്ട് ഈ ഒരു സീനിയർ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ യാൻ്റെ ആ കഫേയിൽ വർക്ക് ചെയ്യുന്ന പയ്യൻ ഇവിടെ ഇഫാനെ പെട്ടെന്ന് കണ്ടിട്ട് നിങ്ങളുടെ ആളുകളെല്ലാവരും മുകളിലുണ്ടെന്നൊക്കെ പറയും. അവനക്ക് ഓൾറെഡി ഇഫാനെ നന്നായിട്ട് അറിയാം. അങ്ങനെ അവൾ ആ പാർട്ടിയിലോട്ട് പോകുമ്പോൾ ഈ ആക്ടർ പയ്യൻക്ക് ഇവളിങ്ങനെ വന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം, ഇവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും ആ പാർട്ടി നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ്. അതേസമയം ഇവിടെ യാൻ ഇന്ന് അവൻ്റെ കഫേയിലോട്ട് ഭയങ്കര
ഭയങ്കര ലേറ്റ് ആയിട്ട് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവനിപ്പോൾ വെറും കഫേ ഓണർ മാത്രമല്ലല്ലോ, ഒരു ജോലിക്കാരനുമാണല്ലോ. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ബാക്കി സമയം അവൻ ഇവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം നോക്കുക പോകുക, അതാണ് ഇപ്പോൾ അവൻ്റെ രീതി. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ അവന് ഇവിടെ വന്നപ്പോൾ തന്നെ ഇവരെ കൂടെ ഉള്ളവർ പറഞ്ഞു ഇവിടെ ഇഫാനുണ്ട്, അവളുടെ പാർട്ടി നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇഫാനെ കാണാൻ വേണ്ടിയിട്ട് അവൻ ജസ്റ്റ് വരുമ്പോൾ ഇഫാനാണെങ്കിലോ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു പാട്ട് പാടുന്നുണ്ട്, അതും ലൈവായിട്ട്. പിന്നെ ഒരുപാട് ബബിൾസ് ഒക്കെ ഇങ്ങനെ ആ ഒരു ആംബിയൻസ് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കഫേയിൽ. അവൾ അതെല്ലാം കണ്ടിട്ട് അങ്ങനെ ആസ്വദിക്കുകയാണ്. എന്നാൽ അവളെ ഇങ്ങനെ ആസ്വദിക്കുന്നത് കണ്ടു നിൽക്കുകയാണ് ഇവിടെ ഞാൻ. അങ്ങനെ ആ ഒരു രംഗത്തിൻ്റെ ഇടയിലോട്ടാണ് നമ്മുടെ ഈ ഒരു ആക്ടർ പയ്യൻ അവളെ മുട്ടാൻ വേണ്ടിയിട്ട് വേഗം വരുന്നത്. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, അല്ല ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ എനിക്കൊരു റിവാർഡ് തരുമെന്ന് പറഞ്ഞല്ലോ, എവിടെ എൻ്റെ റിവാർഡ് എന്ന് പെട്ടെന്ന് ചോദിക്കുന്നു. അതിൽ ഇവൾ ഒന്നും മറുപടി പറയുന്നില്ല, ഇവനെ ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇവന് വന്നതോടുകൂടി ഇവിടെ യാന് ഭയങ്കര ഇറിറ്റേഷൻ വരികയാണ്, ഭയങ്കര അസ്വസ്ഥത. അവൻ ജസ്റ്റ് അത് നോക്കി നിന്നുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇവരുടെ ഒരു സംസാരത്തിൻ്റെ ഇടയിലോട്ട് മറ്റൊരു കൊളീഗ് വന്നിട്ട് പറയും, അല്ല നിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇവിടെ, ഈ ഒരു കഫേയുടെ ഓണർ, നല്ല ഭംഗിയുള്ള സുന്ദരൻ. എന്നിട്ട് യാൻ്റെ പേരും പറയുന്നു. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇഫാനെ അപ്പോൾ ആ ഒരു സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ട് ചിരിച്ചിട്ട് അവൾ മറുപടി പറയുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഈ ഒരു ആക്ടർ പയ്യൻ പെട്ടെന്ന് പറയുന്നത്, ഓ അവനാണല്ലേ അത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ സീനിയർ ആയിരുന്നു ഞാൻ, അവനെ കണ്ടിട്ട് എനിക്ക് എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നുണ്ട്, ഇപ്പോഴാണ് പിടികിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ കോളേജിലല്ലേ പഠിച്ചത് എന്നൊക്കെ ഇഫാനോട് ചോദിക്കുന്നു. എന്നിട്ട് പറയും ഈ ആൻ്റെ ഒരു ഫ്രണ്ട് ഇവൻ്റെ ബെസ്റ്റി ആയിരുന്നു. എന്നിട്ട് ഇവർ ഗ്രാജുവേഷൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ആ പാർട്ടിയിലോട്ട് ഈ ഒരു ആക്ടർ പയ്യനും ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. എന്നാൽ അന്ന് അവന് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 10 ബോട്ടിലിൻ്റെ അപ്പുറം കുടിച്ചിട്ടും അവൻ നല്ല ഫിറ്റ് ആയിക്കൊണ്ട് തന്നെയായിരുന്നു നിന്നിരുന്നത്. അതായത് ഇങ്ങനെ കുടിച്ചിങ്ങനെ ആട്ടോ കിക്കോ ഒന്നും ആകാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്, അവനക്ക് നല്ല കപ്പാസിറ്റിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട ഇഫാന് അവൻ അത്രയും കുടിക്കാൻ മാത്രം അവനക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത്? നോർമലി ഒരാൾ അത്രയൊന്നും കുടിക്കില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമില്ലെങ്കിൽ. അപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് അടുത്ത സീനിൽ ഇവിടെ പാർട്ടിയൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് കുടിച്ച് ഫിറ്റായിക്കൊണ്ടാണ് ഈ ആക്ടർ പയ്യനും ഇഫാനും കൂടി പുറത്തോട്ട് വരുന്നത്. ആക്ടർ പയ്യൻ നന്നായിട്ട് ആടുന്നുണ്ട്, ഇഫാന് അവനെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ പിടിച്ച ഇഫാനും നന്നായിട്ട് കുടിച്ച് ഫിറ്റായിട്ടുണ്ട്. അങ്ങനെ ആടിക്കൊണ്ടാണ് രണ്ടാളും വരുന്നത്. ഞാൻ ഇവരെ രണ്ടുപേരെയും കൈയോടെ പോക്കുന്നു. എന്നിട്ട് അവന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇഫാനോട് അവന് വിടാൻ പറയും. എന്നാൽ അവളിങ്ങനെ അബോധാവസ്ഥയിൽ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടുമ്പോൾ ഇവൻ ദേഷ്യം പിടിച്ചിട്ട് അവനെ വിടാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അവനെ പിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോകും അവൻ്റെ കാറിൻ്റെ ഡിക്കിലോട്ട്, അങ്ങോട്ട് വലിച്ചെറിയുന്നത് പോലെ അങ്ങോട്ട് ഇരുത്തുന്നു. എന്നാൽ അങ്ങനെ ഇരുത്തുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിൽ ഇവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ എൻ്റെ സീനിയറാണ്, നമ്മൾ ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ അവന് ആ ഒരു പരിചയമൊക്കെ പുതുക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന്, കുറച്ച് കൈൻഡായിട്ട് പെരുമാറണം എന്നൊക്കെ ഇവനിങ്ങനെ അഭ്യർത്ഥിക്കുന്നുണ്ട്. അത്രക്കും ഹാർഡായിട്ടാണല്ലോ ഇവനോട് പെരുമാറുന്നത്. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇഫാനോട് ഫ്രണ്ടത്തെ സീറ്റിൽ ഇരിക്കാനും വേണ്ടി പറയുന്നു. അങ്ങനെ പിന്നെ ഇവർ പോവുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കും അവൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്. ആക്ച്വലി അവൻ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ അതിൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവന് കോളേജ് സ്റ്റുഡൻ്റ് ആണല്ലോ, ഇൻറ്റേൺഷിപ്പ് ആണല്ലോ ഇപ്പോൾ. അങ്ങനെ പിന്നെ നേരെ അവനെ ആ ഒരു സ്ഥലത്ത് കൊണ്ടാക്കും. എന്നിട്ട് അവനെ കൊണ്ടുപോകുന്നതോ അവനെ തോളിൽ ഏറ്റിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതിൽ പിന്നെ ഇവനക്ക് കുറച്ച് ഷെയിം ആകും. എന്നിട്ട് ഇവൻ പറയുകയാണ്, നിൻ്റെ ആക്ടിങ് അടിപൊളിയാണ്, നീ നല്ലൊരു ആക്ടറാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവൻ കുടിച്ചിട്ട് അത്ര ഫിറ്റൊന്നും ആയിട്ടില്ല, ഇവൻ അധികം കുടിച്ചിട്ടുമില്ല. ഈ ഒരു ആക്ടിങ് എല്ലാം ഇവിടെ ഇഫാനുമായിട്ട് കൂടുതൽ അങ്ങോട്ട് അറ്റാച്ച് ആകാൻ വേണ്ടിയിട്ടാണ്. അവൾ കയറി പിടിക്കുകയും അങ്ങനെ കെയർ ചെയ്യുകയും ഒക്കെ ഉണ്ടാകുമല്ലോ, അതിനു വേണ്ടിയിട്ട് ഇവൻ അഭിനയിച്ചതായിരുന്നു. എന്നിട്ട് അവനോട് വേഗം ഹോസ്റ്റലിൽ പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറയുന്നു. അവൻ്റെ ഈ ഒരു ഐഡിയകളൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ലെന്നും പറയുന്നു. എന്നിട്ട് അവനെ തിരിച്ച് കാറിൽ വന്നിരിക്കും. അതിൽ ഇഫാൻ ചോദിക്കും അവൻ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഞാനൊന്ന് ട്രിക്കി ആയിട്ട് പറയും, അതൊക്കെ അവൻ്റെ അഭിനയമാണ്, അതിപ്പോൾ കണ്ടാൽ ആർക്കും മനസ്സിലാകാത്തത് എന്ന് പറയുമ്പോൾ ഇഫാൻ അപ്പോഴാണത് മനസ്സിലാക്കുന്നത്. ഇഫാൻ ഇങ്ങനെ ആ ഒരു ഹാങ് ഓവറിൽ തന്നെ ഇങ്ങനെ ചോദിക്കും, അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന്. അത് കേട്ട് ഇവിടെ ഞാൻ പഴയ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഞാനും ഇങ്ങനെ ഒരു ട്രിക്കി ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇവരുടെ സ്കൂൾ കഴിഞ്ഞ് ആ ഒരു സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒരു സെൻഡ് ഓഫ് പരിപാടി ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇഫാന് പെട്ടെന്ന്, അവൾക്ക് ആൻറ്റി ഉള്ളതല്ലേ, പെട്ടെന്ന് പരിപാടി കഴിയുന്നതിന് മുന്നേ തന്നെ അവൾ വേഗം പോകാനുള്ള പ്ലാനാണ്. എന്നാൽ ഞാനും ആ പിന്നാലെ വരും. ഞാൻ എന്നിട്ട് ഇവൾ പോകുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇവൻ കുടിച്ച് ഫിറ്റായ രൂപത്തിൽ അങ്ങോട്ട് ആടി നടക്കാൻ തുടങ്ങും. അത് കണ്ട് ഇഫാൻ ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഇവൻ പിന്നെ പറയും, ഞാൻ ജ്യൂസാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇത് കള്ളു കുടിച്ചു എന്ന് പറയുന്നു. അത് കേട്ട് അവൻ ഒരുപാട് വഴക്ക് പറയുകയാണ്.
സ്കൂളിലാണ് ഇങ്ങനെ ജൂനിയർ കുട്ടികളൊന്നും കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിലിവൻ പറയുന്നത് ഞാൻ അറിയാതെ കഴിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര ആട്ടം. എന്നാൽ ഇവന് വീഴാനൊക്കെ പോകുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ്. അതിൽ പിന്നെ ഇവൾ പിടിച്ച് നിർത്തുകയും അങ്ങനെ പിന്നെ അവനെ ഒരു റോഡിൻ്റെ സൈഡിൽ കിടത്തിയിട്ട് ഇനി റെഡി ആയിട്ട് എണീറ്റ് പോകാനൊക്കെ പറഞ്ഞിട്ട് അവൾ പോകാൻ നേരം ഇവൻക്ക് തീരെ വയ്യാത്തതുപോലെ അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഇവനെ ഇങ്ങനെ ഇട്ടിട്ട് പോകാം പിന്നെ അവൾക്ക് മനസ്സ് തോന്നിയില്ല. അപ്പോൾ ഇവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. എന്നാൽ അവൾക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇവൻ തന്നെയാണ് ഈ കുടിച്ച് ബോധം കെട്ട ഇവൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കൈ ഇങ്ങനെ വെക്കുക എന്നൊക്കെ. എന്നാൽ പിന്നെ ഇവർ ഇങ്ങനെ ക്ലോസ് ആകുമ്പോൾ പെട്ടെന്ന് ഇവൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ബാക്കിൽ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനെ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് എത്തി ഏകദേശം ടയേർഡായി തുടങ്ങിയപ്പോൾ ഇവന് പറയും ഞാൻ ജ്യൂസാണ് കുടിച്ചത് ശരിക്കുമെന്ന്. അതിൽ ഇവളെ ഇങ്ങനെ പറ്റിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞ് അവൾക്ക് ഭയങ്കര ദേഷ്യം വരികയും അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് ഇവനിക്ക്. അങ്ങനെ ആ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇഫാനാണെങ്കിൽ അതും ഓർത്ത് ഭയങ്കര ചിരി. പെട്ടെന്ന് ഇവളിങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയും അവൻ ആക്ടിങ് ആയിരുന്നല്ലേ, നിനക്കത് മനസ്സിലായതിൽ ഒരു അത്ഭുതവുമില്ല, നീയും ഇതുപോലെ ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അന്ന് ഇവന് ആ ഒരു ആക്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ഡയലോഗുകളെല്ലാം ഇവിടെ ഇഫാൻ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഇഫാൻ അവരുടെ റൂമിലോട്ടെത്തി. എന്നാൽ ഇഫാനാണെങ്കിൽ അപ്പോൾ നല്ല കുടിച്ച് അത്യാവശ്യം നല്ല കിക്കായിട്ടുണ്ട്. പിന്നെ അവൾക്ക് മര്യാദക്ക് നടക്കാൻ പോലും വയ്യ. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇവിടെ എന്നെ ഉപദ്രവിക്കുന്നത് പോലെയൊക്കെ ഓരോ കോപ്രായങ്ങൾ കാട്ടുകയാണ്. അവൾക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഇവൻ നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവനെ കയറി പിടിക്കുകയും അവൻ്റെ ചെസ്റ്റിൽ കയറി പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഇവൻ ചോദിക്കും നീ ഇതെല്ലാം കുടിച്ചെന്ന് ആക്ട് ചെയ്തുകൊണ്ട് മനഃപൂർവ്വം എന്നെ ചെയ്യുകയാണോ, നീയും ആക്ടിങ് ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അതൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാകാതെ വീണ്ടും ആകെ ഇങ്ങനെ കിക്കായിക്കൊണ്ട് പോവുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് അവളോട് റൂമിലോട്ട് പോകാൻ വേണ്ടി പറയുമ്പോൾ അവൾ നടന്നെത്തിയിരിക്കുന്നത് കിച്ചണിലാണ്. അവൾക്ക് തീരെ സ്വബോധമില്ല. അതിൽ പിന്നെ ഞാൻ തന്നെ അവളെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു ചെയറിലിരുത്തും. എന്നിട്ട് അവളിങ്ങനെ കളിയാക്കുന്നുണ്ട്, അവൾ ഇത്രയും അധികം കുടിച്ചിട്ട് ഒരു കള്ള് കുടിയെത്തിയെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഇവൾ പെട്ടെന്ന് പറയും ഞാനല്ല, എന്നെക്കാളും കുടിയനാണ് നീ കോളേജിലെ ഗ്രാജുവേഷൻ പാർട്ടിക്ക് 10 ബോട്ടിലിൻ്റെ മുകളിൽ കുടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് ഞെട്ടിയിട്ട് അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. എന്നാൽ ഇവൾ പിന്നെ ഭയങ്കര സെൻറ്റിയായിട്ട് പറയും നീ എന്തിനാ അത്രയും കള്ളൊക്കെ കുടിച്ചത്, നിനക്ക് അതിനു മാത്രം എന്ത് പ്രശ്നമാണ്, എന്ത് സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആകെ ഒന്ന് ഷോക്കാകും. എന്നിട്ട് പറയും അതൊക്കെ അന്നത്തല്ലേ, അതൊക്കെ എങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ടാകുക, എല്ലാം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് ഇവൾക്ക് നല്ലൊരു അടിപൊളി കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവളെ അത് കുടിപ്പിച്ചിട്ട് അവളുടെ ആ ഒരു കിക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവൾക്കെന്തോ പണ്ട് ഇവളുടെ അച്ഛൻ എങ്ങനെയാണോ ഇവളെ കെയർ ചെയ്തത് അതുപോലെ ഓർമ്മയാകുകയാണ്. പണ്ട് ഇവൾക്ക് വയ്യാത്ത സമയത്തൊക്കെ അച്ഛനെ ഇവളെ നന്നായിട്ട് കെയർ ചെയ്ത് ചുടുവെള്ളമൊക്കെ കുടിപ്പിക്കും, അത് നിർബന്ധിച്ചിട്ട്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം വേറെ ആരും അവളെ ഇത്രത്തോളം കെയർ ചെയ്തിട്ടില്ല. എന്നിട്ട് അവളെ ഉറങ്ങാൻ വേണ്ടിയിട്ട് വിടുകയാണ് ഞാൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഇഫാന് കുറച്ചങ്ങോട്ട് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം അവൾക്ക് എന്തോ വല്ലാത്ത ദാഹം തോന്നിയിട്ട് അവൾ തിരിച്ച് കിച്ചണിലോട്ട് വന്നിട്ട് വെള്ളം എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ അവളെ കാണുകയാണ്. പെട്ടെന്നാണ് ഇവളെ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കണ്ടപ്പോൾ അവന് സ്ലീപ്പ് വാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ എന്ന് വിചാരിച്ചിട്ട് നീ വീണ്ടും നടക്കാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് വരുന്നു. എന്നാൽ പെട്ടെന്ന് ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവൾ ഒന്ന് ആക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഇവനാണെങ്കിലോ നേരെ ഇവളുടെ അടുത്തോട്ട് വന്നിട്ട് ഇന്ന് നിനക്ക് എന്താ പ്രശ്നം, ഇത്ര സങ്കടം വരാൻ ഈ ഒരു സ്ലീപ്പ് വാക്കിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ഭയങ്കര കെയർ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. ഇവനാണെങ്കിലോ അവൾ പോകുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഇവൾക്ക് പണ്ട് ഇവനോട് ബ്രേക്കപ്പ് ആയ ഒരു സമയത്ത്, ആക്ച്വലി ലവേഴ്സ് അല്ലെങ്കിലും ഇവനെ വിട്ടുപോയ ആ ഒരു സമയമുണ്ടല്ലോ, ഇവൾ പോവുകയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു സമയം ഇവൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അന്ന് ആക്ച്വലി ഇവൾക്ക് തിരിച്ച് വന്നിട്ട് ഇവനെ ഹഗ് ചെയ്യാൻ തോന്നിയിരുന്നു ഒരുപാട്, പക്ഷെ അവൾ അത് ചെയ്തില്ല. അതുപോലെ അന്നത്തെ ആ ഒരു അവസരത്തിൽ ഇവൾ ഇതുപോലെ പിന്നിലോട്ട് വന്നിട്ട് ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും അങ്ങനെ ചെയ്യുകയാണ്. എന്നാൽ ഇവനാണെങ്കിലോ ഇത് സ്ലീപ്പ് വാക്കിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അവളെ തിരിച്ച് കെട്ടിപ്പിടിക്കാത്ത ഇവൻ അന്ന് ഇവളെ നല്ല ടൈറ്റായിട്ട് കെട്ടിപ്പിടിക്കും. ഇവൾക്കാണെങ്കിലും അത് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുകയാണ്. ഇവളും ഭയങ്കര ടൈറ്റായിട്ട് കെട്ടിപ്പിടിക്കും. അങ്ങനെ ആ ഒരു നൃത്തത്തിന് ശേഷം അവൾ പിന്നെ സ്ലീപ്പ് വാക്കിംഗ് ആയിക്കൊണ്ട് തന്നെ തിരിച്ച് അവളുടെ റൂമിലോട്ട് പോവുകയാണ്. എന്നാൽ ഇവിടെ റൂമിലെത്തിയ ഇവളെല്ലാം ഇത് അറിയുന്നുണ്ടല്ലോ. ഇവൾക്ക് ആകെ ഷെയിമാകും, താനിപ്പോൾ എന്താ ചെയ്തത്, അവന് പറഞ്ഞതുപോലെ ശരിക്കും ഞാൻ അവനെ യൂസ് ചെയ്യാണോ, ആകെ മോശമായി, ഇനി രാവിലെ ഞാൻ എങ്ങനെ അവന് ഫേസ് ചെയ്യും, അവനോട് സോറി പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ഇവൾ ഒരുപാട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ദിവസം രാവിലെ ഇവൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഷെയിമായിക്കൊണ്ടാണ് പുറത്തോട്ട് വന്നത് നേരെ ഇവൻ്റെ മുന്നിലോട്ട്. ഇവനാണെങ്കിൽ ആസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് ഇവളൊന്നും സംഭവിക്കാത്തതുപോലെ ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കും, ഞാൻ ഇന്നലെ സ്ലീപ്പ് വാക്ക് ചെയ്തിരുന്നു എന്ന് ചോദിക്കുന്നു. അതിൽ അവനൊന്ന് മടിച്ചുകൊണ്ട് അതേ എന്ന് പറയും. അതിൽ ഇവളൊന്നും കൂടെ ഷെയിമായിട്ട് ഞാൻ എന്തെങ്കിലും വേർഡായിട്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ ഇവന് പറയും ജസ്റ്റ് ഹഗ് ചെയ്തു എന്ന്. അതിൽ പിന്നെ ഇവൾ സോറി പറയാണ്. പക്ഷേ ഇവൾ വല്ലാതൊന്നും അതിനെ അങ്ങനെ സംസാരിക്കുന്നില്ല. അതിൽ പിന്നെ ഇവനക്കൊരു സംശയം. എന്നിട്ട് ചോദിക്കും, നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ലല്ലോ, സാധാരണ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്നോട് ഒരുപാട് മാപ്പ് അപേക്ഷയാണ്, എന്നാൽ ഇന്ന് അധികമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവൾ പെട്ടെന്ന് പറയും, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീ രാത്രി ഉറങ്ങുമ്പോൾ നിൻ്റെ റൂം ലോക്ക് ചെയ്തിട്ട് നീ ഉറങ്ങുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഇവിടെ ഞാൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഞാൻ പറയും, ഞാൻ ഇത്രയും എമൗണ്ട് റെൻറ്റ് കൊടുത്തിട്ട് താമസിക്കുന്ന ഈ ഒരു വീട്ടിൽ എനിക്കിവിടെ നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലേ, അതും നിന്നെ പേടിച്ചുകൊണ്ട് ഞാൻ റൂം ലോക്ക് ചെയ്യേ, അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. എന്നിട്ട് വീണ്ടും ഇവളുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ശരിക്കും നീ എന്നെ യൂസ് ചെയ്യുകയല്ലേ എന്ന് വീണ്ടും വീണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുകയാണ്, അങ്ങനെയാണ് നിൻ്റെ പെരുമാറ്റം എന്നൊക്കെ പറയുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൾ പറയും, എൻ്റെ വയറ് ഫുള്ളായി, ഞാൻ പോട്ടെ ഓഫീസിലോട്ട്, എനിക്ക് നേരം വൈകും എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടുന്ന് സ്കൂട്ടാകുകയാണ്. ഇനി അങ്ങനെ ഓഫീസിലോട്ട് പോകുമ്പോൾ അവൾ ലിഫ്റ്റ് കയറിയിരിക്കുകയാണ്. എന്നാൽ അതേ ലിഫ്റ്റിലോട്ട് ഞാൻ പെട്ടെന്ന് ചാടി കയറുകയാണ്. എന്നിട്ട് അവൻ്റെ കാർ എവിടെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലോറിലോട്ട് നിൽക്കും. എന്നാൽ ഇവൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയും, ഇന്ന് ആക്ച്വലി ഞാൻ നല്ല ഗുഡ് മൂഡിലാണ്, പിന്നെ അത് മാത്രമല്ല എനിക്ക് നിൻ്റെ ആ ഒരു കമ്പനിയോട് അങ്ങോട്ട് വരാനുണ്ട്, എനിക്ക് അവിടെ ഒരാളെ കാണാനുണ്ട്, അപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറയുന്നു. എന്നാൽ കാറിലും ഇവൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറയും, ഇന്നലെ രാത്രി നീ എന്നെ ഹഗ് ചെയ്തില്ലേ, എന്നിട്ട് എൻ്റെ ഷർട്ട് ഊരാൻ ശ്രമിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ ഇഫാൻ ആകെ ഞെട്ടിയിട്ട്, ഞാനതിന് നിൻ്റെ ഷർട്ടൊന്നും ഊരിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ പറയും, അത് നിനക്കെങ്ങനെ അറിയാം, നീ സ്ലീപ്പ് വാക്കിങ്ങിലല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇവൾ അറിയാത്ത പോലെ നിൽക്കണമല്ലോ, ഇവൾ ബോധപൂർവം ചെയ്തതാണെന്നൊന്നും അറിയിക്കാൻ പറ്റില്ലല്ലോ. അതിൽ പിന്നെ ഇവൻ പറയുന്നതെല്ലാം കേൾക്കുകയാണ്. അവൻ എന്തൊക്കെയോ ഇല്ലാത്ത കഥകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവൻ പറയുകയാണ്, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം, അതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് ഇവിടെ ഇഫാൻ്റെ ആ ഒരു ഓഫീസിലെത്തി. അങ്ങനെ ഇറങ്ങാനായ ഇഫാനെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പിടിച്ചു നിർത്തും. എന്നിട്ട് പറയും, നിൻ്റെ മുടിയിൽ എന്തോ പറ്റി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് അത് തട്ടി മാറ്റാൻ പറയുന്നു. അവൾ അത് തട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവന് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ അങ്ങോട്ട് കൺഫ്യൂസ് ആക്കും. അവസാനം അവളോട് പറയും, ഇങ്ങോട്ട് അടുത്ത് വാ, ഞാൻ തട്ടിത്തരാം എന്ന് പറഞ്ഞോട്ട് അവൾ അടുത്തോട്ടാക്കിയിട്ട് തലയിൽ തട്ടുന്നത് പോലെ തല അങ്ങോട്ട് തടവുകയാണ്. എന്നിട്ട് പറയും, ആ കഴിഞ്ഞും, ഇനി പൊയ്ക്കോ എന്ന്. അതിൽ ഇവൾക്കൊന്നും മനസ്സിലായില്ല എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിങ്ങനെ അറിയാം, ഇനി വേഗം വിട്ടോ എന്നൊക്കെ ഭയങ്കര ഗൗരവത്തിൽ പറയുന്നു. എന്നിട്ട് അവന് വേഗം വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ പുറത്തിറങ്ങിയ ഇവിടെ ഇഫാന് നേരെ ഈ ഒരു ആക്ടർ പയ്യൻ്റെ മുന്നിലോട്ടാണ് വന്ന് വീഴുന്നത്. എന്നാൽ അവൻ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇഫാനെ ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കും, നീയും ഞാനും തമ്മിൽ ഡേറ്റിങ്ങിലായിരുന്നു എന്ന്. അതിൽ പെട്ടെന്ന് ഇവൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്നിട്ട് അല്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, അല്ല നിന്നെ അവൻ ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്ത് തരുന്നു, പിന്നെ നിൻ്റെ തല തടവി തരുന്നു, എനിക്കങ്ങനെ തോന്നി എന്ന് പറയും. അതിൽ ഇവളിങ്ങനെ അതിൻ്റെ തല തടവിലും പോതിരി നിനക്ക് തോന്നിയോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവൾക്കൊരു കൊറിയർ വരുന്നത്, ഒരു വലിയ ബോക്സ്. എന്നാൽ ഇവിടെ വേഗം ആക്ടർ പയ്യൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ അത് താങ്ങി പിടിച്ച് ഇവളുടെ പിന്നാലെ വരും. അങ്ങനെ ഇവളുടെ ചെയറിലെത്തി അവൾ അതെന്താണെന്ന് നോക്കുമ്പോൾ ആക്ച്വലി ഇവളുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ബെസ്റ്റി, അവൾ അയച്ചു കൊടുത്ത ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. അതായത് ഒരു സ്ലീപ്പ് വാക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇതിനെ ഹഗ് ചെയ്ത് കിടന്നാൽ പിന്നെ ആ ഒരു കംഫോർട്ടായിട്ടുള്ള സ്ലീപ്പ് കിട്ടും, പിന്നെ ഇങ്ങനെ സ്ലീപ്പ് വാക്കിങ്ങിനുള്ള ആ ഒരു ടെൻഡൻസി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അയച്ചു കൊടുത്തതാണ്. ഇഫാനാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് തന്നതിന് അവളെ വിളിച്ചിട്ട് പ്രത്യേക താങ്ക്സും പറയുന്നുണ്ട്. ഇനി അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇഫാൻ ലേറ്റ് ആയിക്കൊണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. എന്നാൽ അവളുടെ വീടിൻ്റെ മുന്നിൽ ഈ ഒരു ആക്ടർ പയ്യൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഇവളെ ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവന് പറയുന്നത്, നിങ്ങൾ പുതിയ ഒരു റൂംമേറ്റിനെ തപ്പുന്നുണ്ട്, നിങ്ങളുടെ റൂംമേറ്റ് ഇപ്പോൾ പോകാനായിട്ടുണ്ട്, അപ്പോൾ പുതിയ റൂംമേറ്റ് വേണമെന്ന് നിങ്ങളുടെ കൊളീഗ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഹോസ്റ്റൽ റൂമിലാണല്ലോ, എനിക്കിങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങളുടെ റൂം ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ അതിന് തീരെ താല്പര്യമില്ല. ഇഫാൻ പറയും, ഇതിപ്പോൾ പറ്റിയ സമയമല്ലെന്ന്. എന്നാൽ ഇവൻ പോവാൻ ഉദ്ദേശമല്ല. ഇവൻ പറയും, ഞാൻ ഏതായാലും ഇവിടെ വന്നില്ലേ, ഇനി കണ്ടിട്ടേ പോകുള്ളൂ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, പെട്ടെന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ച് അങ്ങോട്ട് വരികയാണ്. ഇഫാനെ എന്തോ ആ ഒരു വരവ് തീരെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല അവൻ എന്തായാലും ഇഷ്ടപ്പെടില്ലെന്നും അറിയാം. അവസാനം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ഇഫാൻ ഇവനെയും കൂട്ടിയിട്ട് വരികയാണ്. എന്നാൽ ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നേരത്തെ എത്തിയിട്ടുണ്ട്, അവന് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ വന്ന പാടെ ഇവൻ പറയും, നീ ലേറ്റ് ആയല്ലോ എന്നും പറയുമ്പോൾ ഇവിടെ അവനെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു ആക്ടർ പയ്യനാണ്, അതും സീനിയർ എന്ന് വിളിച്ചുകൊണ്ട്. ഇവനെ കണ്ട ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടുകയും ഇവനെ നന്നായിട്ട് നോക്കി പേടിപ്പിക്കുകയും പിന്നെ ആ ഒരു ദേഷ്യത്തോട് തന്നെ ഇവിടെ ഇഫാനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ
കഴിഞ്ഞു. എന്നിട്ട് ചെറിയൊരു രംഗം കൂടി, അതായത് ഇവളുടെ കാറിൽ വെച്ചിട്ട് ഇവളുടെ മുടി തടവി കൊടുത്തല്ലോ, മുടിയിൽ എന്തോ ഒരു കാര്യം പറ്റി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഇവനെ അഭിനയിച്ചതാണ്. അത് ഇവിടെ ആ ഒരു പയ്യനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആ പയ്യൻ ഇവൾ വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ പെട്ടെന്ന് ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്ത ഒരു ചെറിയ അടവായിരുന്നു, ഇവനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ശരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ